മീനു, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ. ചേട്ടച്ചൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. എന്നെ ശരിക്കും വേദനിപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനമാവൂ. എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം. ദേഷ്യം വന്ന കണ്ണും മൂക്കും ഇല്ലാതെ എന്തും പറയും, എന്തും ചെയ്യും. പക്ഷേ കുറച്ചു കഴിയുമ്പോ ആളങ്ങ് മാറും. എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറയും. അറിയാം, നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ്. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ്. ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ. കളിക്കാൻ പോയിരിക്കാം. മഴയായിട്ട് ഇവിടെ കളിക്കാം. കമ്പെടുത്തിട്ട് രണ്ടെണ്ണം നോക്കിയപ്പോ ഇവിടെ മീനാക്ഷി. മീനാക്ഷി, മീനാക്ഷി. ഉണ്ണി, ഉണ്ണി പറഞ്ഞ കേട്ടില്ല. അവക്ക് നല്ല അട്ടിയാൻ പിന്നെ ഇനി പോയി മഴ നനഞ്ഞേച്ച് വന്ന് പനി പിടിച്ചു കയറി വന്ന അട്ടി. മീനാക്ഷി എവിടെ? മീനാക്ഷി എവിടെ? അറിഞ്ഞൂടാ. എന്റെ ദൈവമേ, മീനാക്ഷിയാ. മീനാക്ഷി, മീനാക്ഷി. മീനാക്ഷി, എന്താ പച്ചന്റെ ചേട്ടത്തിന്? ചേട്ടച്ചൻ ഒന്നും പറ്റിയിട്ടില്ല. മോളല്ലേ ഉള്ളൂ അയാൾക്ക്. നീ നഷ്ടപ്പെട്ടു പോയിന്ന് പേടിക്കുമ്പോ ഉള്ള ഒരാദി, അത്രേ ഉള്ളൂ. മോള് വിചാരിച്ചാ മതി, ഒക്കെ ശരിയാവും. നീ ചേട്ടച്ചന്റെ പഴയ മീനാക്ഷി ആയാ മതി. കേൾക്കാറില്ല. കുറച്ചിട്ട് കേൾക്കാതിരിക്കുക. ഇഷ്ടമുണ്ടല്ല അട്ടി 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 ഓരോ കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട്
വരെ ഞാൻ ഇരിക്കും. എന്നിട്ട് നോക്കും. ഞാൻ അല്ല മീനാക്ഷി വന്നിട്ടേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അടി വെച്ചു കൊടുക്കും. ഇത്ര നേരമായിട്ട് ഞാൻ മീനാക്ഷി കാത്തിരിക്കും. അവളെ സത്യം എനിക്ക് പിറന്നാളിന് അവളുടെ ഊണ് കഴിക്കാതെ പിറന്നാളിന് ഊണ് കഴിക്കാതെ ഞാൻ എവിടെ അവളെ കഴിക്കത്തില്ല. ഉറങ്ങത്തുമില്ല.